ബന്ധപ്പെട്ടാണ് സ്കൂളിനെ കുറ്റം പറയുന്ന തരത്തിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും പ്രീണന സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് എന്ന തരത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. ഡൽഹി എയിംസിലെ ഡോക്ടർമാർ സമരത്തിലേക്ക്. ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം മേധാവിയെ തൽസ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാരുടെ സംഘടന ഇന്ന് സൂചനാ സമരം നടത്തുന്നത്. നഴ്സിനോട് അപമര്യാദയും ലൈംഗിക ചുവയോടും കൂടി സംസാരിച്ചതിനായിരുന്നു ഹൃദയ ശസ്ത്രക്രിയാ വകുപ്പ് മേധാവി ഡോക്ടർ AK ബിസോയിക്കെതിരെ നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ എയിംസ് നഴ്സസ് യൂണിയൻ ഡയറക്ടർക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും പരാതി നൽകിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പറയൂ. രോഹിണി, ഡൽഹി എയിംസിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സമരം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് സൂചന പണിമുടക്കും, ഒപ്പം നാളെ പൂർണ്ണമായും OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പണിമുടക്കിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിട്ടുള്ളത്. അതിന് കാരണമായി അറിയിച്ചിട്ടുള്ളത് ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ മേധാവിയെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക്, സമരത്തിലേക്ക് ഡൽഹി എയിംസിലെ ഡോക്ടർമാർ കടക്കുന്നത്. അതിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നേരത്തെ ഈ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ മേധാവിയായിട്ടുള്ള ഡോക്ടർ AK ബിസോയ് ആശുപത്രിയിലെ നഴ്സിനോട് മോശമായി സംസാരിച്ചു, ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നൊരു പരാതി എയിംസ് ഡയറക്ടർക്കും കൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും എയിംസ് നഴ്സസ് അസോസിയേഷൻ, നഴ്സസ് യൂണിയൻ നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയും ഈ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ മേധാവിയെ തരം താഴ്ത്തി ഈ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ആ നടപടി തൃപ്തികരമല്ല, അല്ലെങ്കിൽ ആ നടപടി ശരിയല്ല, വിശദമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അത്തരത്തിൽ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചതിനെതിരെയാണ് ഇപ്പോൾ എയിംസിലെ ഡോക്ടർമാർ പണിമുടക്കിയുള്ള സമരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. എയിംസിനെ സംബന്ധിച്ച് ദിവസേന 4000-ത്തിലധികം രോഗികളാണ് OP വിഭാഗത്തിലേക്ക് എത്തുക. കൂടാതെ 600-ലധികം പ്രത്യേക ശസ്ത്രക്രിയകൾ നടക്കുന്ന ആശുപത്രിയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലാണ് ഡോക്ടർമാർ പണിമുടക്കി സമരത്തിലേക്ക്. അതും ഒരു നഴ്സിനോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്ന പരാതിയിന്മേൽ അന്വേഷണത്തിനൊടുവിൽ നടപടി നേരിട്ട ഡോക്ടർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സമരം എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ പണിമുടക്കിക്കൊണ്ട് എയിംസിലെത്തുന്ന രോഗികളെ വലച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് സൂചനാ പണിമുടക്കും, നാളെ പൂർണ്ണമായും പണിമുടക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്കും കടക്കും. ഈ വിഷയത്തിൽ, അതായത് ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ച വിഷയത്തിൽ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ മേധാവിക്കെതിരെ തരം താഴ്ത്തിയ നടപടി പുനഃപരിശോധിക്കണമെന്നും അതിൽ വിശദമായ മറ്റൊരു അന്വേഷണം കൂടി നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഡോക്ടർമാരുടെ സമരം. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.